محمد منجي الخلائق من جهنم في غدي. هذا كحيل طرف هذا المصطفى، هذا جزيل الوصف هذا السيد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. هذا جميل النعت هذا المرتضى، هذا مليء الوجه هذا اللوحة. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. هذا الذي خلقت عليه ملابس ونفائس فنظيره لا يوجد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. قالت ملائكة السماء بأسرهم ولد الحبيب ومثله لا يولد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. بشرى لأمته برؤية وجهه، هذا هو الجاه العظيم الأسيد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. ولدته مختونا ومكحولا كما قد جاء في الخبر الصحيح المسند. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. صلى عليك الله يا علم الهدى، ما ناح طير في الغصون يغرد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. وأزكى تحيتي على المصطفى صلوا عليه وسلموا. السلام عليكم ورحمة الله وبركاته. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് മനസ്സിലാക്കിയതുപോലെ ഇവിടെ സർപ്പാട്ട് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട സയ്യിദ് അലി ഖാന്റെ പേരിൽ അവിടെ ആഖിറ വിജയത്തിന് വേണ്ടി ഏതാനും നന്മകൾ ചെയ്ത് നമുക്ക് ഹദിയ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരുമിച്ച് കൂടിയതുപോലെ സന്തോഷത്തോടുകൂടെ അവരുടെ ജന്നാത്തിനാണെങ്കിലും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ടവരുടെ പേരിലും അദ്ദേഹത്തിന്റെ മൂത്ത മകൻ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്നറിഞ്ഞ് അവരുടെ പേരിലുമൊക്കെ നാം ഈ ചെയ്യുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമായ മുഴുവൻ നന്മകളുടെയും സ്വഭാവനം നമുക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. ജീവിതത്തിന്റെ ദൗർഭാഗ്യകരമായ നിമിഷത്തിൽ വല്ല തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് ഭരിച്ച അന്ന് മുതൽ ഇന്നേ വരെ അവരുടെ മക്കളും കുടുംബങ്ങളും വേണ്ടപ്പെട്ടവരും അവർക്ക് ചെയ്ത മുഴുവൻ ഹസനാത്തുകളെയും അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെ ജന്നാത്തുൽ നഈമിൽ സ്വാലിഹീങ്ങൾക്കും നമ്മുടെ ഖബറാളികൾക്കും ഒരുമിച്ച് വെക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. ബഹുമാനികളെ, ഇനി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മരണപ്പെട്ടവർക്ക് ചെയ്യാനുള്ളത് ഇതൊക്കെയാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി മരണപ്പെട്ടു പോയ ആളുകൾക്ക് ചെയ്യാനുള്ളത് ദുആഉം ഇസ്തിഗ്ഫാറും വസ്സദഖത്തു അൻഹും, അവരെ തൊട്ട് ദാനധർമ്മങ്ങളുമാണ്. അതിനുവേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ വിഷയമാണ്. റബ്ബനാ